നമസ്കാരം, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ഇറാനെതിരായ ഇസ്രയേലിൻ്റെ ആക്രമണം. പശ്ചിമേഷ്യയിലെ സംഘർഷമൊക്കെ വേറൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു. അമേരിക്കയും കൂടി ഈ ഒരു ആക്രമണത്തിൽ ഇസ്രയേലിനൊപ്പം ചേർന്നിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴായി മുൻപ് സൂചിപ്പിച്ചതുപോലെ ദി അൺപ്രഡിക്റ്റബിൾ ട്രംപ്, മുൻവിധിയോടുകൂടി നമുക്ക് എന്ത് ചിന്തിക്കുമെന്നോ പറയുമെന്നോ പ്രവർത്തിക്കുമെന്നോ അറിയാത്ത ഒരു വ്യക്തിത്വമാണ് താൻ. ഒരിക്കൽ കൂടി ട്രംപ് തെളിയിച്ചിരിക്കുകയാണ്. 2 ആഴ്ചയ്ക്കകം ഞാൻ തീരുമാനമെടുക്കും ഇസ്രയേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കണോ എന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ അപ്രതീക്ഷിതമായി എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കും. ഇതിനുള്ള കോപ്പ് കൂട്ടുന്നുണ്ടായിരുന്നു എങ്കിൽ കൂടിയും അപ്രതീക്ഷിതമായി ഇറാൻ്റെ പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങൾ, ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന നഗരങ്ങളെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും പുതിയ വിവരങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഇനി ഇറാനിൽ നിന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ സ്ഥിരീകരണം സംബന്ധിച്ച്. ഒപ്പം നിലമ്പൂരിലേക്ക് എത്തുകയാണെങ്കിൽ നിലമ്പൂർ ഒരു ചൂണ്ടുപലകയാണ്. ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് നിലമ്പൂരിൻ്റെ നാഥനാരെന്ന് അറിയാനായി നമുക്ക് വേണ്ടത്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വരാം. ആദ്യം തൽക്കെട്ടുകൾ. ഇറാനെതിരായ ആക്രമണത്തിൽ പങ്കാളിയായി അമേരിക്ക 3 പ്രധാന ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ബോംബിട്ടത് ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ. US ഉപയോഗിച്ചത് B-2 സ്റ്റെൽത്ത് ബോംബ് വിമാനം. ദൗത്യം പൂർത്തിയാക്കി വിമാനം രാജ്യത്ത് തിരിച്ചെത്തിയെന്ന് ട്രംപ്. രാജ്യത്തിനും ഇസ്രയേലിനും ലോകത്തിനും ഇത് അഭിമാന നിമിഷമെന്നും ട്രംപ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ രാവിലെ 8 മണി മുതൽ. വോട്ടെണ്ണൽ 10,000-ന് മുകളിൽ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച UDF ജയിച്ചു കയറുമെന്ന ആത്മവിശ്വാസത്തിൽ LDF. അൻവർ എത്ര വോട്ട് പിടിക്കും എന്നതിൽ ആകാംക്ഷ. NDA ക്യാമ്പും പ്രതീക്ഷയിൽ. വോട്ടെണ്ണലിന്റെ തത്സമയ വിവരങ്ങളുമായി അമൃത വാർത്തകൾ. താരസംഘടന അമ്മയുടെ നിർണായക വാർഷിക ജനറൽ ബോഡി യോഗം ഇന്ന് കൊച്ചിയിൽ. പ്രസിഡന്റായി മോഹൻലാൽ തുടരാൻ സാധ്യത. പുതിയ ഭാരവാഹികളെ തീരുമാനിച്ചേക്കും. സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം ചർച്ച ചെയ്യും. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന റോഡ് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ചു. റോഡ് പൂർത്തിയാക്കാത്തത് ഫണ്ട് വകമാറ്റാനെന്ന ആക്ഷേപവുമായി കോൺഗ്രസും BJPയും. സ്ഥലമേറ്റെടുത്തിട്ടും റോഡ് പണിയാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ. ലീഡ്സ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് തിരിച്ചടിക്കുന്നു. 2ാം ദിവസം കളി നിർത്തുമ്പോൾ ഇംഗ്ലണ്ട് 3 വിക്കറ്റിന് 209 റൺസ് എന്ന നിലയിൽ. ഓലി പോപ്പിന് സെഞ്ചുറി. ഇന്ത്യ 1ാം ഇന്നിംഗ്സിൽ 471 റൺസിന് പുറത്ത്. അതെ, അതുതന്നെയാണ് സംഭവിച്ചത്. അമേരിക്കയും ഇസ്രായേലിനോടൊപ്പം ചേർന്നിരിക്കുകയാണ്. ഇറാനെ ആക്രമിക്കുന്നതിനായി പുതിയൊരു തലത്തിലേക്ക് ഈ യുദ്ധം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പാക് പ്രധാനമന്ത്രിയുടെ ചില പരാമർശങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത്തവണത്തെ നൊബേൽ പ്രൈസിന് ഏറ്റവും യോഗ്യനായ വ്യക്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന്. ഐശ്വര്യ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. ഐശ്വര്യ, ഈ പാക് പ്രധാനമന്ത്രിയുടെ പരാമർശം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്ന തരത്തിലേക്കൊക്കെ ഒരു സുപ്രധാന തീരുമാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഡനായി, പെട്ടെന്നായി, അൺപ്രഡിക്റ്റബിളായി എടുത്തിരിക്കുന്നു. ഇറാൻ ഇസ്രയേൽ യുദ്ധം, അമേരിക്കയുടെ പങ്കാളിത്തം കൂടി വന്നതോടുകൂടി പുതിയ തലത്തിലേക്ക്. പശ്ചിമേഷ്യയിൽ എന്ത് എന്നതാണ് ആകാംക്ഷ. സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യ അശാന്തം തന്നെയാണ്. കഴിഞ്ഞ ദിവസം നയതന്ത്ര പരിഹാരത്തിനാണ് മുൻതൂക്കം എന്ന് പറഞ്ഞ ട്രംപാണ് ഇപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താകും അമേരിക്കയുടെ നിലപാട് എന്നായിരുന്നു ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസിൽ നിന്നും ഒരു ഉത്തരവ് വന്നത് 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്നാണ്. ഉടനെ തന്നെ ബെന്യാമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ഈ വാർത്തകളോട് പ്രതികരിച്ചിരുന്നു. ഞങ്ങൾക്കിനി ആരുടെയും സഹായം വേണ്ട, യുദ്ധം തുടങ്ങിയത് ഞങ്ങളാണെങ്കിൽ ഇത് തീർക്കാനും ഞങ്ങൾക്കറിയാം എന്ന തരത്തിൽ അമേരിക്കയ്ക്കെതിരെ, അമേരിക്ക തന്നെ നിലപാട് വ്യക്തമാക്കാത്തത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്കെതിരെ ഒരു നിലപാട് ഇസ്രായേലും വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ നയതന്ത്ര പരിഹാരത്തിനാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ ട്രംപ് തന്നെയാണ്. ട്രംപിൻ്റെ നിലപാടുകൾ എപ്പോഴും ഒരു പ്രവചനാതീതം തന്നെയാണ്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ 48 മണിക്കൂറിനകം ഇറാനെ അമേരിക്ക ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതായത് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് അമേരിക്ക ഇറാനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്താനായിട്ട്. നമുക്കറിയാം, ഈ ഇറാന്റെ ഏറ്റവും 3
പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ആക്രമണം നടക്കുന്നത് ഇന്ന് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 5 മണിയോട് കൂടിയാണ്. ഈ വാർത്ത പുറം ലോകം അറിയുന്നതും ട്രംപിൻ്റെ ട്വീറ്റിലൂടെയാണ് പുറം ലോകം അറിയുന്നതും. അതായത് ഈ ഇന്നലെ ഉഗ്രപ്രഹരശേഷിയുള്ള അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ പസഫിക് സമുദ്രത്തിലേക്ക് ഗുവാം ദ്വീപിലേക്ക് അമേരിക്ക അയച്ചപ്പോൾ തന്നെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. പ്രതിരോധ മന്ത്രാലയം ഒക്കെ പറഞ്ഞതാണ് ഒരു ആക്രമണം അമേരിക്ക പ്ലാൻ ചെയ്യുന്ന തരത്തിൽ. അതായത് 5 B-2 ബോംബർ വിമാനങ്ങളാണ് പസഫിക് സമുദ്രത്തിലേക്ക് അമേരിക്ക അയച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ആക്രമണം. അതായത് 10 ആണവ കേന്ദ്രങ്ങളുണ്ട് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇതിലെ 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഫോർദോ, നതാൻസ്, ഇസ്ഹാൻ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫോർദോ എന്ന് പറയുന്ന ഒരു ആണവ കേന്ദ്രമാണ്. നമുക്കറിയാം ഫോർദോ എന്ന് പറയുന്നത് വളരെ സാധാരണമായ ഒരു ഗ്രാമമാണ്. ഇവിടെ മലനിരകളാൽ ചുറ്റപ്പെട്ട, പുറമേ നോക്കിക്കഴിഞ്ഞാൽ വളരെ സാധാരണമായ ഒരു സമാധാനപരമായ ഒരു ഗ്രാമം തന്നെയാണ്. പക്ഷേ ഈ മലനിരകൾക്കടിയിൽ 100 മീറ്റർ ഗർത്തത്തിലാണ് ഈ ഒരു ഭൂഗർഭ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്കാണ് B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇവിടെയാണ് 80% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉള്ളത്. ഇവിടേക്കാണ് അമേരിക്ക ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ആദ്യം ഫോർദോ ആണവ കേന്ദ്രമാണ് ആക്രമിച്ചത്. അതിനുശേഷമാണ് ഇറാൻ നാളെ ഒരു ആണവായുധം നിർമ്മിക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഫോർദോ ആണവ കേന്ദ്രം ആക്രമിച്ചിരിക്കുന്നത്. അതിനുശേഷം പറയുന്നത് നതാൻസിലാണ്. നതാൻസിലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. അതായത് ഇറാനിലെ ഏറ്റവും വലിയൊരു ആണവോർജ്ജ കേന്ദ്രം ഇവിടെയാണ്. കൂടുതൽ ആണവോർജ്ജ ഗവേഷണം നടക്കുന്നത് നതാൻസിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങിയത് 10 ദിവസമായി. ഇതിൽ ഇസ്രായേൽ ആദ്യം ഇറാനെ ആക്രമിക്കുന്നത് ഈ നതാൻസിലാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത്. കാരണം ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണങ്ങളൊക്കെ നടക്കുന്നത് ഈ നതാൻസിലാണ്. അതിനുശേഷം ഇസ്ബഹാനാണ്. ഇസ്ബഹാൻ എന്ന് പറയുന്നതും ഒരു ആണവ ഗവേഷണം നടക്കുന്ന ഒരു കേന്ദ്രം തന്നെയാണ്. 10 ആണവ കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങളെയാണ് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത്. ഇറാന് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിയാണ്, അല്ലെങ്കിൽ ഇറാനെതിരെ വലിയ രീതിയിലുള്ളൊരു ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു ആക്രമണങ്ങൾക്ക് ഏത് രീതിയിൽ ഇറാൻ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇനി അറിയാനിരിക്കുന്നത്. നമുക്കറിയാം, തിരിച്ച് അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ സൈനിക ബേസുകളുണ്ട്. അവിടെയൊക്കെ ഇറാൻ ഒരു ആക്രമണം നടത്തുമോ? ഏത് രീതിയിൽ ഇറാൻ ആക്രമണം നടത്തും, അല്ലെങ്കിൽ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഇനി അറിയാനിരിക്കുന്നത്. എന്തായാലും ഒരു സമാധാന ചർച്ചകളിലേക്കൊക്കെ ഒരു പക്ഷേ നീങ്ങുമോ എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും ഒക്കെ ചർച്ച നടന്ന ഒരു സാഹചര്യത്തിൽ ഇറാനിയൻ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയൻ നേതാക്കളൊപ്പം ഐക്യരാഷ്ട്ര സംഘടന ഇത് സംബന്ധിച്ച് അടിയന്തരമായി സാഹചര്യങ്ങൾ ചർച്ച. അപ്പോഴൊക്കെ ഒരു പ്രതീക്ഷയാണ്, ചിലപ്പോൾ ഒരു പക്ഷേ ഒരു സമാധാന ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയേക്കാം. ഇനി 2 ആഴ്ചത്തെ സമയം ട്രംപ് പറഞ്ഞിരിക്കുന്നു ഒരു അന്ത്യശാസനം എന്ന രീതിയിലാണെങ്കിൽ പോലും ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ടു. ഇനി ഏത് രീതിയിലാണ് ഈ യുദ്ധം മുന്നോട്ട് പോകുന്നത് എന്ന് വരും മണിക്കൂറുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ചുരുങ്ങിയ മണിക്കൂറുകളാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി നാളെ അറിയാം. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണുന്നത്. രാവിലെ 8 മണി മുതൽ വോട്ടുകൾ എണ്ണി തുടങ്ങും. നാളെ രാവിലെ 8-ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ. ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ്. ഇതിനായി 4 ടേബിളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. തുടർന്ന് 14 ടേബിളുകളിലായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. 263 പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകൾ 19 റൗണ്ടുകളിലായി എണ്ണി തീർക്കും. ആദ്യം എണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകളാണ്. തുടർന്ന് മൂത്തേടം, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ, നിലമ്പൂർ നഗരസഭ, കരുളായി, അമരമ്പലം എന്നിവിടങ്ങളിലെ വോട്ടുകൾ എണ്ണും. എല്ലാ റൗണ്ടുകളിലും വോട്ടെണ്ണി കഴിഞ്ഞതിനു ശേഷം നറുക്കെട്ടെടുത്ത 5 പോളിംഗ് സ്റ്റേഷനുകളിലെ വിവിപാറ്റുകൾ ഇലക്ഷൻ കമ്മീഷന്റെ നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ എണ്ണി തിട്ടപ്പെടുത്തും. വോട്ടെണ്ണൽ നടപടികൾ പൂർണ്ണമായി CCTV നിരീക്ഷണത്തിലായിരിക്കും. 25 മൈക്രോ ഒബ്സർവർമാർ, 24 കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, 30 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ, 7 അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിങ്ങനെ 86 ഉദ്യോഗസ്ഥരെ വോട്ടെണ്ണുന്നതിനായി നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയുടെയും പോലീസിന്റെയും ത്രിതല സുരക്ഷാ സംവിധാനവും വോട്ടെണ്ണൽ കേന്ദ്രത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് എന്തായാലും കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ്. മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും നെഞ്ചിടിപ്പും ഏറുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളും ഒരു ചിത്രവും ഒക്കെയായി വർഷ ചേരുകയാണ്.
വർഷ, ഈ പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് നിലമ്പൂരിൻ്റെ ജനവിധി ആർക്കൊപ്പം എന്ന് അറിയാനുള്ളത്. എങ്ങനെയാണ് ഈ ഒരു അവസാന നിമിഷം, ഈ അവസാന മണിക്കൂറിലൊക്കെ മുന്നണികളുടെ ഒരു കൂട്ടിക്കിഴിക്കലുകളും പ്രതീക്ഷയുമൊക്കെ? സ്വപ്ന, അവസാന നിമിഷവും മുന്നണികളെല്ലാം വലിയ ആത്മവിശ്വാസത്തിലാണ്. അതേപോലെ തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള PV അൻവറും. ആർക്കും ആത്മവിശ്വാസത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അപ്പോഴും നെഞ്ചിടിപ്പേറുകയാണ്. കാരണം കേരള രാഷ്ട്രീയമാകെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്നാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ പൊതുവെ വിശേഷിപ്പിച്ചത്. അത്തരമൊരു സാഹചര്യത്തിൽ അത് എല്ലാവർക്കും അഭിമാന പോരാട്ടം തന്നെയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. UDF-നെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം 2016 കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. UDF ക്യാമ്പുകളിൽ നിന്നും വരുന്ന വിവരം അനുസരിച്ച് 10,000-ൽ കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. അപ്പോഴും LDF-ഉം അതീവ പ്രതീക്ഷയിൽ തന്നെയാണ്. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും വിജയം ഉറപ്പ് എന്നുള്ളതാണ് LDF ക്യാമ്പുകളിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ. അതേസമയം NDA-യും വലിയ പ്രതീക്ഷയിലാണ്. അവരുടെ നിലവിലെ വോട്ടുകൾ ഉറപ്പിക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ് NDA-ക്കുള്ളത്. PV അൻവറും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഈ പ്രാവശ്യം കൂടുതൽ പോളിംഗ് ശതമാനം ഉണ്ടായി. അത് തനിക്കെതിരെയുള്ള പിന്തുണയാണെന്നുള്ളതാണ് PV അൻവർ പ്രതികരിച്ചത്. അതെല്ലാം തൻ്റെ വോട്ടായി മാറും. താൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് അവസാന നിമിഷവും PV അൻവറിന്റെ ആത്മവിശ്വാസം. ഇങ്ങനെ മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം വലിയ ആത്മവിശ്വാസത്തോടെ തുടരുകയാണ്. അപ്പോഴും ഇവിടെ ആശങ്കയായി തുടരുന്നത് PV അൻവറിന്റെ വോട്ടുകളാണ്. PV അൻവറിന്റെ വോട്ടുകൾ ആർക്ക് പോകുമെന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് UDF-നും LDF-നും ആകെയുള്ളൊരു ആശങ്ക. UDF-ന് പോകുമെന്ന് LDF-ഉം LDF-ന് പോകുമെന്ന് UDF-ഉം പറയുന്നുണ്ടെങ്കിലും അത് എങ്ങോട്ട് പോകുമെന്നുള്ളത് ഒരു പ്രവചനാതീതമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. തീർച്ചയായും അത് തന്നെയാണ്. ഈ അടിയൊഴുക്കുകളും അൻവർ ഫാക്ടറും ഒക്കെ എങ്ങോട്ട് തിരിയും? എല്ലാവർക്കും വിജയപ്രതീക്ഷയുണ്ടെങ്കിൽ കൂടിയും ഈ പറഞ്ഞതുപോലെ വല്ലാത്തൊരു ആശങ്കയും നെഞ്ചിടിപ്പും ഒക്കെ മുന്നണികൾക്കും സ്ഥാനാർത്ഥികളും ഒക്കെ ഉണ്ട്. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് മന്ത്രി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു. ഭാരതാംബ വിഷയത്തിലാണ്. പ്രതിഷേധിക്കുവാൻ പറ്റുന്ന നിലയിലുള്ള ഒരു കുറ്റം ചെയ്തിട്ടില്ല. മാത്രമല്ല അവരെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. രാജ്ഭവനിൽ ഗവർണറുടെ നടപടിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള അധികാരാവകാശങ്ങൾ ഒരു മന്ത്രി എന്നുള്ള നിലയിലും MLA എന്നുള്ള നിലയിലും പൗരനെന്നുള്ള നിലയിലും എനിക്കുണ്ട്. ഞാൻ ആ കടമ നിർവഹിച്ചു. അത് അവിടെ അവസാനിച്ചു. അദ്ദേഹം അത് തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളതിന് വേറെ ഒന്നും മന്ത്രി എന്ന നിലയിൽ പറഞ്ഞിട്ടില്ല. ഇതൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഒരു സമരം പ്രഖ്യാപിച്ചിട്ട് സമരം നടത്താം. സമരം എന്ന് പറയുമ്പോൾ പതിയിരുന്നല്ല സമരം നടത്തേണ്ടത്. ഇപ്പോൾ വഴുതക്കാട് ജംഗ്ഷനിൽ മെനഞ്ഞാന്നുണ്ടായ സംഭവം 7 പേരുണ്ടായിരുന്നു. ABVP ആണ് ഒരു സംഘടനയുടെ ദയനീയാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. 7 പേരുണ്ടായിരുന്നാലും ഒരാളെടുത്ത് വണ്ടിയുടെ മുന്നിൽ ചാടി വണ്ടി തട്ടേ പറ്റോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് വരില്ലേ? ജനകാർ തന്നെ പറ. മന്ത്രി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരായി വലിയ രീതിയിലുള്ള കരിങ്കൊടി പ്രയോഗമാണ് ABVP-യും KSU-വും അടക്കം KSU+1 പ്രതിസന്ധിയിലടക്കം നടത്തിയത്. ആ ഒരു ഇത്തരത്തിലൊക്കെ വണ്ടിയുടെ മുന്നിൽ ചാടുമ്പോഴുണ്ടാകുന്ന ഒരു ആപത്തിൻ്റെ ഒരു ഗൗരവം അദ്ദേഹം പറയുകയാണ്. ഭാരതാംബ വിഷയത്തിൽ രാജ്ഭവൻ നിലപാടെടുത്തതുപോലെ സമാനമായ നിലപാട് മന്ത്രി എന്ന തലത്തിൽ തൻ്റെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് താൻ എടുത്തുവെന്ന് തന്നെ അദ്ദേഹം ആവർത്തിക്കുകയാണ് ഈ രാവിലെ. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് തന്നെയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലവും നിലമ്പൂർ പോത്തുകൽ പഞ്ചായത്തിലെ ഭൂദാനം ചെമ്പ്ര ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് പ്രതീക്ഷയുടെ കാലം കൂടിയാണ്. ഏറെ നാളുകളായി അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസം, ആനശല്യത്തിന് അറുതിയുണ്ടാകുമെന്ന പ്രതീക്ഷ, എല്ലാം ശരിയാക്കി കൊടുക്കാമെന്ന സ്ഥാനാർത്ഥികളുടെ ഉറപ്പിന്മേലാണ് ഇത്തവണയും അവർ വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ടൊക്കെ ചെയ്തു ആർക്കെങ്കിലും അങ്ങോട്ട് കൊടുക്കാം. അരുവാൾ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കി തരേണ്ടി വരും. അല്ലെങ്കിൽ ഞങ്ങൾ പോലെ വെറുതെ വിടില്ല. മാറ്റത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ അവർ പറയുമ്പോൾ അവർ അവിടേക്ക് വോട്ട് ചെയ്യും, ഇപ്പുറത്ത് പറയുമ്പോൾ ഇപ്പുറത്ത് വോട്ട് ചെയ്യും. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. വോട്ടിന് അവകാശമേറ്റ ആൾക്കാർ ശല്യം കൊണ്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ സമാധാനം ഉണ്ടാവില്ല. അപ്പോഴത്തേന് നേരം വെളുക്കണ മുന്നെത്തും. എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ചെമ്പ്ര ഉന്നതി നിവാസികളുടെ ജീവിതം. അതിലേറ്റവും പ്രധാനം ആനശല്യം തന്നെ. നേരം ഇരുട്ടിയാൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയില്ല.
അടച്ചുറപ്പില്ലാത്ത ചോർന്നൊലിക്കുന്ന വീട്ടിൽ കുഞ്ഞുങ്ങളുമൊത്ത് പേടിച്ചു വിറച്ചുകൊണ്ട് അന്തിയുറങ്ങും. ഇതിൽ ഫെൻസിങ് ഉണ്ടെങ്കിൽ നമുക്ക് ആന വരാതെ കുറച്ച് സംസാരം ഉണ്ടാവും. രാത്രിയാണ് നമുക്ക് ആകെയുള്ള ശല്യം. കിടന്നുറങ്ങാൻ പേടിയാന്ന് പറഞ്ഞിട്ട് വേണം ഓരോരുത്തർ. തിന്നണ തീറ്റൊക്കെ എങ്ങനെ തിന്നണതാണെന്ന് അറിയില്ല. ജനാൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കൈയിട്ട് നടക്കായിരുന്നു ആന. ബാത്റൂമൊക്കെ പുറത്തല്ലേ, എങ്ങനെ പോവും? എന്നിട്ട് ചാക്ക് വിരിച്ചിട്ട് അതിനകത്ത് മുള്ളുക, അത്രയേ ഉള്ളൂ. പ്രദേശത്ത് ഫെൻസിംഗ് ഉണ്ടെങ്കിലും അതെല്ലാ ഭാഗത്തും സ്ഥാപിച്ചിട്ടില്ല. ആന വരുന്ന വഴിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ ഫെൻസിങ് ഒന്നും കൂടി ഈ ഭാഗത്ത് കുറച്ചും കൂടി ഇങ്ങോട്ടുണ്ട്, ഈ പോയിന്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് അവിടം വരെ ഒന്ന് മുട്ടിക്കാൻ വേണമായിരുന്നു. കാരണം ഈ വൈക്ക് ആ ഭാഗത്തെല്ലാം ഇട്ട് വെറുതെ കമ്പി ഇട്ടെങ്കിലും ആനിപ്പോൾ വരുന്ന ഇത് വൈക്കാണ്. ഇപ്പോൾ കുറച്ചു കാലമായി പുലി ഇറങ്ങുന്നതും ഇവിടെ പതിവാണ്. പുലി ഇറങ്ങണുണ്ട് ആ ഭാഗത്തേക്ക്. 2-3 പട്ടികളെ ഞങ്ങൾ മുറ്റത്താണ് കടിച്ച് കൊന്നത്. അവകാശപ്പെട്ട റേഷൻ അരിയും ഇവർക്ക് കിട്ടാറില്ല. സ്ഥിരം ജോലിയില്ലാത്ത ഇവർ പലപ്പോഴും പട്ടിണി കിടക്കേണ്ട അവസ്ഥയാണ്. പണ്ടത്തെ മാതിരിക്ക് അരി അങ്ങനെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ ആദ്യം 50 കിലോ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അത് ഇത്രയും വീട്ടുകാർക്കൊന്നും തിന്നാൻ മാത്രമില്ല. കറണ്ട് ഇല്ലാത്ത വീടും ഉന്നതിയിലുണ്ട്. ആന വലിച്ചു പൊട്ടിച്ച വൈദ്യുതി ലൈൻ ഇതുവരെ ശരിയാക്കിയിട്ടില്ല. ഇതിപ്പം 3-4 വർഷം കഴിഞ്ഞ് ഇതിപ്പോൾ പൊട്ടിച്ചിട്ടിട്ട് പിന്നെ അതിൽ ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയിട്ടില്ല. ഞാൻ മെമ്പറോട് ചോദിച്ചു, മെമ്പറെ ഇങ്ങനെ ഒരു സഹായം എനിക്ക് വേണം. പല കടയിൽ നിന്നൊക്കെ പോയി മേത്തിരി വാങ്ങിയിട്ട് കത്തിച്ചിട്ട് അല്ലെങ്കിൽ തോർച്ചിൻ്റെ വെട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഇവിടെ. ഇത്തവണയും പതിവ് പോലെ തിരഞ്ഞെടുപ്പായപ്പോൾ പലരും ഇവരെ തേടി എത്തി. ജൂൺ 19 വരെ ആളും ബഹളവും. വോട്ട് പെട്ടിയിലായി കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്കൊരു തിരിഞ്ഞുനോട്ടം ആർക്കുമില്ല. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് ഇവരെ തേടി ആരെങ്കിലുമൊക്കെ എത്തുന്നത്. എല്ലാ വാഗ്ദാനങ്ങളും വിശ്വസിച്ച് ഈ പാവങ്ങൾ വോട്ടും ചെയ്യും. എന്നാൽ ഒന്നും ശരിയാകില്ല. ഇത്തവണയും ഇവർക്ക് പ്രതീക്ഷ മാത്രമാണ് ബാക്കിയുള്ളത്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, നിലമ്പൂർ. നിലമ്പൂർ ആരാകും നേടുക? പക്ഷേ ആ ഒരു ഉദ്യോഗത്തോടു കൂടിയുള്ള ഈ ഒരു കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. ഈ സമയത്ത് ചില രാഷ്ട്രീയ പ്രവചനങ്ങളൊക്കെ ഏറെ രസകരമാണ്. എന്തായാലും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രവചിക്കുകയാണ് ഗോപാലകൃഷ്ണൻ മാഷിൻ്റെ കണക്കുകൂട്ടലിൽ 90% കഴിഞ്ഞ 13 തെരഞ്ഞെടുപ്പുകളിലും ശരിയായിട്ടുണ്ട്. അൻവർ ഇഫക്റ്റിൽ നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF LDF മുന്നണികൾ അഭിമാന പോരാട്ടം നടത്തിയ ശേഷം ഫലം കാത്തിരിക്കുകയാണ്. ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോഴാണ് 13 തവണ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം 85% വോട്ടുകൾ സഹിതം പ്രവചിച്ച N ഗോപാലകൃഷ്ണൻ മാഷ് ഇത്തവണയും പ്രവചനം നടത്തിയത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും. അദ്ദേഹത്തിന് 75,000 മുതൽ 77,000 വരെ വോട്ടും, CPM സ്ഥാനാർത്ഥി സ്വരാജിന് 65,000 മുതൽ 67,000 വരെ വോട്ടും ലഭിക്കും. BJP സ്ഥാനാർത്ഥിക്ക് 6,000 മുതൽ 7,500 വരെ വോട്ട് കിട്ടും. ഷൗക്കത്തിൻ്റെ ലീഡ് 8,000 മുതൽ 12,000 വരെ ആയിരിക്കും. കഴിഞ്ഞ 50 വർഷമായി നടത്തിയ രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെയും കണക്കുകൂട്ടലുകളുടെയും ബലത്തിലാണ് പ്രവചനം. ഇടതു വലതു മുന്നണികളുടെ വിജയം ഏറെക്കുറെ കൃത്യമായി പ്രവചിക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടാകുമെന്നും ആണ് പ്രൊഡിക്റ്റ് ചെയ്തിരുന്നത്. മുസ്ലിം ലീഗിന് 20 സീറ്റ് പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു, 20 കിട്ടി. പറഞ്ഞ സീറ്റുകൾ തന്നെ, ഒരു മാറ്റവും വരാത്ത. 2006 അച്യുതാനന്ദൻ മന്ത്രിസഭ ഉണ്ടാക്കിയപ്പം LDFന് 97 സീറ്റ് പ്രൊഡിക്റ്റ് ചെയ്തു, 98 വന്നു. അത് സീറ്റ് പോലും 140, 119 സ്ഥലത്തെ പറഞ്ഞു തന്നെ വന്നു. പിന്നെ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ എണ്ണത്തിൽ വ്യത്യാസം വരത്തില്ല. പ്രവചനം കൃത്യമായതിനാൽ തന്നെ പാർട്ടി അനുഭാവികളിൽ നിന്നും ഭീഷണിയും അഭിനന്ദനവും എത്താറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. കണക്കുകളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് ഗോപാലകൃഷ്ണൻ സാർ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ 90% അത് അങ്ങനെ തന്നെ ആവുകയും ചെയ്യും. നിലമ്പൂരിലും സാറിന്റെ പ്രവചനം ശരിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.
തീർച്ചയായും മഷിനോട്ടവും കളം വരയ്ക്കലും ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഗോപാലകൃഷ്ണൻ മാഷിൻ്റെ ആ ഒരു പ്രവചനത്തിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. എന്തായാലും UDF ക്യാമ്പിൽ അങ്ങേയറ്റം ആഘോഷവും സന്തോഷവും ഒക്കെ തന്നെയായിരിക്കും ഈ ഒരു പ്രവചനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. താരസംഘടനയായ അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ഇന്ന് എറണാകുളത്ത് ചേരും. യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തീരുമാനിച്ചേക്കും. പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരണമെന്ന് അഡ്ഹോക് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മത്സര സാഹചര്യം ഇല്ലെങ്കിൽ മോഹൻലാൽ തന്നെ പ്രസിഡന്റായി തുടരും. അഡ്ഹോക് കമ്മിറ്റിയായി മാറ്റിയ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് തന്നെ തൽസ്ഥാനത്ത് തുടരാനാണ് സാധ്യത. സിനിമാ സെറ്റുകളിലും അവരുടെ താമസ സ്ഥലത്തും ലഹരി ഉപയോഗം വിലക്കിക്കൊണ്ടുള്ള കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കത്ത് അമ്മയുടെ ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യും. ജനറൽ സെക്രട്ടറിയായ സദിഖും ട്രഷററായ ഉണ്ണി മുകുന്ദനും അടക്കമുള്ളവർ രാജിവെച്ച സ്ഥാനങ്ങളിലേക്കാണ് പുതിയ ഭാരവാഹികളെ കണ്ടെത്തേണ്ടത്. കോഴിക്കോട് നഗരത്തിലെ തിരക്ക് കുറയ്ക്കാനുള്ള വികസന പദ്ധതികളിലെ പ്രധാന റോഡായ മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് പദ്ധതി മലാപ്പറമ്പിൽ അവസാനിച്ചു. 8 കിലോമീറ്ററിലധികം ഉണ്ടായിരുന്ന പദ്ധതി 5 കിലോമീറ്ററിൽ അവസാനിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാരോപിച്ച് കോൺഗ്രസും BJPയും രംഗത്തെത്തി. സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ കഴിഞ്ഞ പദ്ധതി വെട്ടിച്ചുരുക്കിയത് എങ്ങനെയെന്ന് നാട്ടുകാർക്കും വലിയ നിശ്ചയമില്ല. മാനാഞ്ചിറ മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ള പാതയുടെ നവീകരണത്തിന് 2008 ഭരണാനുമതി ലഭിക്കുന്നത്. എന്നാൽ 8.5 കിലോമീറ്ററോളം ഉണ്ടായിരുന്ന പദ്ധതി 5 കിലോമീറ്ററിൽ അവസാനിപ്പിച്ചപ്പോൾ ഉദ്ഘാടനവും കഴിഞ്ഞു. ഇതാണിപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് 8.4 കിലോമീറ്റർ റോഡ് പദ്ധതി 5.1 കിലോമീറ്ററിൽ അവസാനിച്ചപ്പോൾ പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. പദ്ധതി വെട്ടിച്ചുരുക്കിയതിൽ ഗൂഢാലോചന ആരോപിച്ച് കോൺഗ്രസും MP MK രാഘവനും ഉദ്ഘാടനത്തിൽ നിന്നും വിട്ടുനിന്നു. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് പദ്ധതി മാനാഞ്ചിറ മലാപ്പറമ്പാക്കി മാറ്റിയതാര്? ഏതുത്തരവിലൂടെയാണ് അങ്ങനെയൊരു മാറ്റം ഇതിൽ സംഭവിച്ചത്? അത് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി അതിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് നേരത്തെ പ്രഖ്യാപിച്ച അതേ രീതിയിൽ അതേ ഉത്തരവ് പ്രകാരം പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കണം. വികസനമെത്താത്ത മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ള 3.3 കിലോമീറ്ററിലാണ് വാഹനത്തിരക്ക് ഏറ്റവും കൂടുതൽ. ഈ ഭാഗത്ത് അപകടകരമായ 3 വളവുകളുമുണ്ട്. മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ള ഭാഗം ദേശീയപാത 766ന്റെ ഭാഗമാണെന്നും ഇവിടെ പ്രവൃത്തി നടത്താൻ കേന്ദ്ര അനുമതി ലഭിച്ചിട്ടില്ലെന്നുമാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ വാദം. ഇത്തരമൊരു പദ്ധതി തന്നെയില്ലെന്നും ഫണ്ട് വകമാറ്റാനുള്ള തന്ത്രമാണെന്നും ആരോപിച്ച് BJPയും പ്രതിഷേധത്തിലാണ്. ഇതിലൊരു വലിയ ഗൂഢാലോചനയുണ്ട്. ഒറ്റ പദ്ധതി 2 പദ്ധതിയാക്കി മാറ്റിയതിന് പിന്നിൽ ഫണ്ട് വകമാറ്റി ചെലവഴിക്കലാണ്. നിലവിൽ ഒരു കേന്ദ്ര പദ്ധതിയും 766 NHുമായിട്ട് നിലവിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിൽ സാങ്ഷൻ വന്നിട്ടില്ല. സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ പൂർത്തിയാക്കിയ പദ്ധതി പൊടുന്നതിനെ പാതിയിൽ നിലച്ചതിന് മാത്രം പക്ഷേ കൃത്യമായ ഉത്തരമില്ല. വർഷങ്ങളായി വികസന പദ്ധതിക്കായി ചരിത്രകാരനായ ഡോക്ടർ MGS നാരായണൻ ഉൾപ്പെടെയുള്ളവരടങ്ങുന്ന ആക്ഷൻ കമ്മിറ്റി നടത്തിയ നിരന്തര സമരങ്ങളോടുകൂടെയാണ് സർക്കാർ നീതികേട് കാണിക്കുന്നത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. 1-2 മണിക്കൂർ നേരത്തേക്കുള്ള വ്യായാമമുറ മാത്രമല്ല യോഗയെന്നും അത് ധാർമ്മിക മൂല്യങ്ങൾ കൂടി സ്ഥാനമുള്ള സമഗ്ര സാധനയാണെന്നും സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി അമൃതപുരി ആശ്രമത്തിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര യോഗ ദിനാചരണ പരിപാടിയിൽ സന്ദേശം നൽകുകയായിരുന്നു അമ്മ. ലോക ജീവിതത്തിൻ്റെ വിജയത്തിനും ആത്മീയ ഉന്നതിക്കും ഒരുപോലെ സഹായകരമാണ് യോഗ. ഏത് ആധ്യാത്മിക മാർഗമായാലും അവയ്ക്കെല്ലാം യോഗ സഹായകമാണ്. ഏത് ദേശത്തായാലും ജാതിമത വ്യത്യാസമില്ലാതെ ഏവർക്കും യോഗ സ്വീകരിക്കാവുന്നതാണ്. പ്രാചീന ഭാരതത്തിലെ ഋഷിവര്യന്മാർ മനുഷ്യരാശിക്ക് നൽകിയ ഈ അമൂല്യ സമ്പത്ത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. യോഗയുടെ പ്രയോജനം കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ അന്താരാഷ്ട്ര യോഗാ ദിനം പോലുള്ള പരിപാടികൾ തീർച്ചയായും സഹായിക്കുമെന്നും അമ്മ യോഗാ ദിന സന്ദേശത്തിൽ പറഞ്ഞു. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും മാനസികവും ബുദ്ധിപരമായ കഴിവുകളുടെ വികാസത്തിനും യോഗ ഏറ്റവും നല്ലതാണെന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു. ആയുർവേദത്തെ പോലെ യോഗയും പുരാതന ഭാരതത്തിലെ ഋഷിമാരിൽ നിന്നും ലോകത്തിന് ലഭിച്ച അമൂല്യമായ വരദാനമാണ്. ശരീരമനുബുദ്ധികളുടെ ശരിയായ ക്രമീകരണത്തിലൂടെ അനന്തശക്തികളെ ഉണർത്താനും സ്വന്തം പൂർണ്ണതയെ സാക്ഷാത്കരിക്കാനുള്ള മാർഗമാണ് യോഗ. ലോകജീവിതത്തിൽ നമ്മുടെ കാര്യക്ഷമതയും ആരോഗ്യവും മനസ്സിൻ്റെ പ്രസന്നതയും വളർത്താൻ യോഗ പ്രയോജനപ്പെടുന്നു. ജീവിതശൈലി രോഗങ്ങളും മാനസിക രോഗങ്ങളും ഏറിവരുന്ന ഈ കാലത്ത് യോഗയുടെ പ്രസക്തി അനുദിനം വളരുകയാണ്. ഇന്ന് ആധുനിക മരുന്നുകളും ചികിത്സാ സൗകര്യങ്ങളും
മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തെറ്റായ ജീവിതശൈലി കാരണം മനുഷ്യരുടെ ആരോഗ്യം ക്ഷയിച്ചു വരികയാണ്. ആരോഗ്യമെന്ന് രോഗമില്ലാതിരിക്കുക എന്നത് മാത്രമല്ല, ദീർഘനേരം ക്ഷീണമില്ലാതെ ജോലി ചെയ്യാനുള്ള ശേഷി, മനസ്സിൻ്റെ ശാന്തി, തെളിഞ്ഞ ഓർമ്മ, തെളിവുള്ള ബുദ്ധി, ഇതൊക്കെയാണ് ആരോഗ്യത്തിൻ്റെ ലക്ഷണം. ഇവയ്ക്കെല്ലാം ഉപകരിക്കുന്ന ഒരു പ്രായോഗിക പദ്ധതിയാണ് യോഗ. യോഗയുടെ പ്രയോജനം കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിക്കുവാൻ അന്താരാഷ്ട്ര യോഗ ദിനം പോലുള്ള പരിപാടികൾ തീർച്ചയായും സഹായിക്കും. യോഗ 1-2 മണിക്കൂർ നേരത്തേക്കുള്ള വ്യായാമ മുറ മാത്രമല്ല, അത് ധാർമ്മിക മൂല്യങ്ങൾ കൂടി സ്ഥാനമുള്ള സമഗ്ര സാധനയാണ്. ലോകജീവിതത്തിൻ്റെ വിജയത്തിനും ആത്മീയ ഉന്നതിക്കും ഒരേപോലെ സഹായമാണ് യോഗ. ഏത് ആധ്യാത്മിക മാർഗമായാലും അവയ്ക്കെല്ലാം യോഗ സഹായകമാണ്. ഏത് ദേശത്തായാലും മനുഷ്യപ്രകൃതിക്ക് കാര്യമായ വ്യത്യാസമില്ലാത്തതിനാൽ ജാതി മത വ്യത്യാസമില്ലാതെ ഏവർക്കും യോഗ സ്വീകരിക്കാവുന്നതാണ്. പ്രാചീന ഭാരതത്തിലെ ഋഷിവര്യന്മാർ മനുഷ്യരാശിക്ക് നൽകിയ ഈ അമൂല്യ സമ്പത്ത് വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ. മുത്തൂറ്റ് യെല്ലോ എന്നറിയപ്പെടുന്ന മുത്തൂറ്റ് ഫിനാൻസിയേഴ്സ് ലിമിറ്റഡ് സാമ്പത്തിക ഫലം പ്രഖ്യാപിച്ചു. 21.3% വളർച്ച കൈവരിച്ച് 2025 സാമ്പത്തിക വർഷത്തിൽ കമ്പനി 815.15 കോടി രൂപയുടെ വരുമാനം നേടി. 2024 ഇത് 671.84 കോടി രൂപയായിരുന്നു. സ്വർണ്ണ വായ്പയിലെ വളർച്ചയാണ് ഇത് വ്യക്തമാക്കുന്നത്. കമ്പനി ആസ്തിയിലും വർധനവ് രേഖപ്പെടുത്തി. 17.57% വാർഷിക വളർച്ചയായതോടെ കമ്പനിയുടെ ആസ്തി 4141.6 കോടിയിലെത്തി. 2024 ഇത് 3522.77 കോടി രൂപയായിരുന്നു. ഇന്ത്യക്കെതിരായ ഒന്നാം ടെസ്റ്റിൽ ഇംഗ്ലണ്ട് തിരിച്ചടിക്കുകയാണ്. ഇന്ത്യയുടെ കൂറ്റൻ ഇന്നിംഗ്സ് സ്കോറായ 471 റൺസ് പിന്തുടർന്ന് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് രണ്ടാം ദിവസം കളി നിർത്തുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസ് എന്ന നിലയിലാണ്. ഇംഗ്ലണ്ടിന് വേണ്ടി ഒലി പോപ്പ് സെഞ്ചുറി തികച്ചു. 131 പന്തിൽ 100 റൺസോടെ ഒലി പോപ്പും റൺസൊന്നും എടുക്കാതെ ഹാരി ബ്രൂക്കുമാണ് ക്രീസിൽ. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ 471 റൺസിന് ഓൾ ഔട്ടായി. ഇടവേള.